എറണാകുളത്ത് നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ കുമളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നേ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല വിശപ്പായതുകൊണ്ട് ഹരിയുടെ ചായക്കട എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയായിരുന്നു. ഞാൻ നെയ്യപ്പം ഉണ്ടോ കഴിക്കാൻ മേടിച്ചത്. പിന്നെ ചിലരൊക്കെ പരിപ്പോടെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നെയ്യപ്പം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അധികം അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ കാണുന്നിടത്തൊക്കെ ഞാൻ ആദ്യം നെയ്യപ്പം കാണുവാണെങ്കിൽ അത് തന്നെ മേടിച്ചും കഴിക്കും. പിന്നെ ഈ വാഴക്കപ്പം എൻ്റെ അല്ല കേട്ടോ, ഒരു ബൈറ്റ് എങ്ങാണ്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ആരോ തന്നത്. പിന്നെ സമോസയും ഇത് എൻ്റെതല്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം പാവങ്ങൾ എനിക്ക് തന്നിട്ടേ കഴിക്കാറുള്ളൂ. ഈ നാരങ്ങ വെള്ളവും വേറെ ആരുടെയോ ഒക്കെയാണ് കേട്ടോ. കസ്കസൊക്കെ ഇട്ടിട്ട് നല്ല നാരങ്ങ വെള്ളമായിരുന്നു. പിന്നെ ചായ ഇച്ചിരിയൊക്കെ കുടിച്ചായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ യാത്രേൻ്റെ സമയത്ത് പ്രശ്നമാക്കുമോ എന്നാണ് എൻ്റെ ഒരു പേടി. പിന്നെ ഇത് ബൂസ്റ്റ് ബോണ്ടയാണ്. നമ്മുടെ നാട്ടിലെ പഴക്കേക്കെന്നാണ് ഇത് പറയുക, പക്ഷേ അവിടെ അതിനെ ബൂസ്റ്റിൻ്റെ ബോണ്ട എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ അങ്ങനെ അധികം ഇല്ല, എന്നാലും ഇച്ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആരൊക്കെയോ വാഴക്കപ്പല്ലല്ലോ ഇലയപ്പമൊക്കെ മേടിച്ചു. അപ്പം അതും ഞാൻ 1-2 ബൈറ്റൊക്കെ എടുത്തു കേട്ടോ. ഇലയപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഫേവറേറ്റ് ഒന്നുമല്ല, പക്ഷേ ഇത് കൊള്ളായിരുന്നു. പിന്നെ ഈ കുമളിയിൽ പോകുന്ന വഴിക്കുണ്ടല്ലോ, കാട്ടും പ്രദേശത്തൂടെ ഇങ്ങനെ പോകുമായിരുന്നു കുറേ ദൂരവേ. അങ്ങനെ കടകളൊന്നുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പ്. അങ്ങനെ 2 കുഞ്ഞു കടകൾ അങ്ങനെ കണ്ടപ്പോൾ ഓടി ഇറങ്ങി ഞാൻ. എന്നിട്ട് ആദ്യമേ തന്നെ ഞാൻ മിച്ചറ് മിഠായിയാണ് മേടിച്ച് കഴിച്ച. വിശപ്പൊന്നും അടങ്ങണമല്ലോ. പിന്നെ ഈ മധുരത്തിൻ്റെ ഒക്കെ ഉള്ള ഒരു ബണ്ണ് മേടിച്ചു. പിന്നെ ഓറിയോ ബിസ്ക്കറ്റും മേടിച്ചായിരുന്നു. ഈ സാധനം കാണാനൊക്കെ നല്ല ലുക്കാണ്. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു, പക്ഷേ കൊള്ളത്തില്ല. എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് ഇഷ്ടമായില്ല. ഭയങ്കര ഡ്രൈയും അത്രയ്ക്കും ഇങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഈ ഒരു പൈനാപ്പിൾ വണ്ടി കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ശ്വാസം വീണത്. 90 രൂപയായുള്ളൂ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് തരാൻ. ഇത് കഴിച്ചപ്പോൾ കിട്ടിയ ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുമളിയിലെത്തി. അവിടുത്തെ ജംഗ്ഷനാണ് കേട്ടോ ഇത്. പിന്നെ അവിടെ എത്തിയിട്ടാണ് എന്തൊക്കെയൊക്കെ അല്ലറ ചില സാധനങ്ങൾ വീണ്ടും മേടിച്ച് കഴിച്ചത്. ഈ മുറുക്ക് കണ്ടോ, ഇതിങ്ങനെ ഡപ്പയ്ക്കകത്താക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ മേടിച്ച് കഴിച്ചാൽ അത് ഞങ്ങളുടെ നാട്ടിലും കിട്ടും ഇതിൻ്റെ വലിയ സംഭവം. പിന്നെ പോകുന്ന വഴിക്കൊരു കുഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒരു കുരങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ഇപ്പം നമ്മൾ മുന്നേ മേടിച്ച ഓറിയോ ഉണ്ടല്ലോ, ഓറിയോ ബിസ്ക്കറ്റ്, അത് ഒരെണ്ണം ഞാൻ കൊടുത്തപ്പോഴത്തേന് അഹങ്കാരി ഉണ്ടല്ലോ, കഴിക്കുന്നില്ല. അത് ഉള്ളിലെ ക്രീം മാത്രം കഴിച്ചിട്ട് ആ ബിസ്ക്കറ്റ് എടുത്ത് എറിയുന്നു. പിന്നെ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ കൊടുത്തു നോക്കി. എൻ്റെ ക്ഷമ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. വീണ്ടും അഹങ്കാരി അത് തന്നെ ചെയ്തു. ആ ബിസ്ക്കറ്റ് രണ്ടും കളഞ്ഞിട്ട് ആ ഉള്ളിലുള്ള വൈറ്റ് ക്രീം മാത്രം നോക്കി കഴിക്കുന്നു. പിന്നെ വിചാരിച്ചു ഇനി ഇതിനെ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് വണ്ടി എടുത്തിട്ട് പോയി കേട്ടോ. വെറുതെ എന്തിനാ, ഞങ്ങൾ വിശന്നിരിക്കുമല്ലേ, ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, വെറുതെ എന്തിനാ ഈ സാധനത്തിന് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു തോട്ടായി. പിന്നെ രാത്രി ആയപ്പോഴത്തേനും ഞങ്ങൾ കുമളിയിലെ ഒരു ഹോട്ടലിൽ പോയിട്ടാണ് കേട്ടോ കഴിച്ചേ. അവിടെ പോയിട്ട് ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. എന്താണെന്നറിയത്തില്ല, യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് മസാല ദോശ കഴിക്കാനാണ് തോന്നുന്നത്. പിന്നെ കൂടെ ഉള്ളവരൊക്കെ പുട്ടൊക്കെ മേടിച്ചു. ഇവിടെ പുട്ടിന് 60 രൂപയാണ് കേട്ടോ. ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു പുറത്തൊക്കെ 30 രൂപയേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലരൊക്കെ 4 പുട്ടൊക്കെ കഴിച്ചു. പിന്നെ ബീഫ് ഫ്രൈ മേടിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല കറുത്ത കളറിലെ ബീഫ് ഫ്രൈ ആയിരുന്നു. കൂടെ കഴിക്കാനായിട്ട് പൊറോട്ട ഉണ്ടായിരുന്നു. നല്ല ഡാർക്ക് കളറൊക്കെ കണ്ടപ്പോഴത്തേന് ഞാൻ പക്ഷേ ഭയങ്കര നല്ലതാണ്. ആദ്യത്തെ ബൈറ്റൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ കഴിച്ചപ്പോഴത്തേന് എനിക്ക് എന്തോ പോലെ ഒരു തോന്നലായിരുന്നു. പിന്നെ ആരോ മുട്ട വറുത്തത് മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിൽ കുരുമുളക് ഉപ്പും ഒക്കെ ഇട്ടിട്ട് കഴിച്ചായിരുന്നു. നല്ല ഫ്ലഫിയും മുട്ട വറുത്തതായിരുന്നു. സിജോസ് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് അത് കഴിച്ചത്.